ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ കടുത്ത രോഷമറിയിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായി കാണുന്നതും രാജ്യത്തെ സ്ത്രീകളുടെ ഉയർച്ച തടയുന്നതും അനുവദിക്കാനാവില്ലെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. സ്ത്രീകളെ കഴിവില്ലാത്തവരായും ബുദ്ധിയും ശക്തിയും ഇല്ലാത്തവരായും ചിലർ കാണുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. വ്യവസായ മേഖലയിൽ രാജ്യത്തിന്റെ വികസനത്തിന്റെ സുപ്രധാന പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ. 12 പുതിയ വ്യവസായ മേഖലകൾ വികസിപ്പിക്കാനാണ് കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. 10 സംസ്ഥാനങ്ങളിലായി 12 വ്യവസായ മേഖലകളാണ് വികസിപ്പിക്കുക. കേരളത്തിലെ പാലക്കാട് മേഖലയുടെ വികസനത്തിന് മാത്രമായി 3806 കോടി രൂപ അനുവദിച്ചു. 1710 ഏക്കർ സ്ഥലം പദ്ധതിക്കായി ഏറ്റെടുക്കും. 51,000 പേർക്ക് തൊഴിലവസരം ലഭിക്കും. കേരളത്തിൽ ഭൂമി വില കൂടുതലായതിനാലാണ് ഭൂമി ഏറ്റെടുക്കാൻ തുക കൂടുതൽ അനുവദിച്ചത്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെയും ലോറിയെയും കണ്ടെത്താൻ ഡ്രഡ്ജർ എത്തിക്കുമെന്ന് കർണാടക സർക്കാർ. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള ചിലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കും. ഇതു സംബന്ധിച്ച് അർജുന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉറപ്പു നൽകി. വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ച 36 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞതായി ജില്ലാ കളക്ടർ DR മേഘശ്രീ വ്യക്തമാക്കി. കണ്ണൂർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് പരിശോധന നടത്തിയത്. ഒരാളുടെ തന്നെ ഒന്നിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിച്ചതായി പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെ പരിശോധിച്ചപ്പോഴാണ് 17 മൃതദേഹങ്ങൾ ഉൾപ്പെടെ 36 പേരെ തിരിച്ചറിഞ്ഞത്. പുതിയ കാലത്ത് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ സാമൂഹിക ഐക്യത്തെ ശിഥിലമാക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടാകുന്നുവെന്നും അതിനെ ചെറുത്ത് ഐക്യം കാത്തുസൂക്ഷിക്കുക എന്നതാണ് അയ്യങ്കാളിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആദരമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രാകൃത കാലത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെയാണെന്നും ആ പോരാട്ട വഴിയിലെ ഉജ്ജ്വല നക്ഷത്രമാണ് മഹാത്മാ അയ്യങ്കാളിയെന്നും പിണറായി വിജയൻ പറഞ്ഞു. മഹാത്മാ അയ്യങ്കാളിയുടെ 161ാം ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ 80 ഒഴിവുകളിലേക്കുള്ള നിയമനത്തിന് പൂക്കോട് വെറ്റിനറി സർവകലാശാല ഇറക്കിയ വിജ്ഞാപനം റദ്ദാക്കി. മാനേജ്മെന്റ് കൗൺസിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അനുമതി വാങ്ങാതിരുന്ന വിജ്ഞാപനത്തിൽ സംവരണ റൊട്ടേഷൻ നിശ്ചയിച്ചതിലടക്കം അപാകതയുണ്ടായിരുന്നു. വിജ്ഞാപനം നിയമപ്രശ്നം ഉണ്ടാക്കുമെന്ന് കണ്ടെത്തിയതോടെയാണ് വൈസ് ചാൻസലർ ഇടപെട്ട് അത് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയത്. വില കൂടിയ ക്യാൻസർ മരുന്നുകൾ സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുത്ത കാരുണ്യ ഫാർമസികളിലൂടെ സീറോ പ്രോഫിറ്റായി കമ്പനി വിലയ്ക്ക് ലഭ്യമാക്കുന്ന പദ്ധതിക്ക് ഇന്ന് മുഖ്യമന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ക്യാൻസർ ചികിത്സാ രംഗത്ത് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പുതിയ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പല കള്ളപ്രചരണങ്ങളും നടത്തുകയാണെന്നും ചെറിയ കാര്യങ്ങളെ പർവ്വതീകരിക്കുകയാണെന്നും സ്പീക്കർ AN ഷംസീർ. ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ പർവ്വതീകരണം ശരിയായ രീതിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു. നടൻ സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് നയിക്കുന്ന നിർണായക മൊഴി നൽകി ആരോപണം ഉന്നയിച്ച നടി. ക്രൂര ബലാത്സംഗം നടന്നതായി യുവതി മൊഴി നൽകിയതായാണ് വിവരം. സംഭവം നടന്ന ദിവസത്തെ രേഖകൾ ഹാജരാക്കാൻ മസ്കറ്റ് ഹോട്ടലിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കൊച്ചി സ്വദേശിയായ നടിയുടെ ലൈംഗിക ആരോപണ പരാതിയിൽ 4 താരങ്ങളടക്കം 7 പേർക്കെതിരെ പോലീസ് കേസെടുക്കും. മുകേഷ്, ഇടവേള ബാബു, മണിയൻപിള്ള രാജു, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ, കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ എന്നിവർക്കെതിരെ കൊച്ചിയിലും ജയസൂര്യക്കെതിരെ തിരുവനന്തപുരത്തുമാകും FIR രജിസ്റ്റർ ചെയ്യുക. നടിയുടെ 10 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കൽ ഇന്നലെ രാത്രി 8:30യോടെയാണ് പൂർത്തിയായത്. തൃശൂരിൽ മാധ്യമപ്രവർത്തകരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ അന്വേഷണം. അനിൽ അക്കര MLAയുടെ പരാതിയിൽ തൃശൂർ സിറ്റി ACPക്ക് പ്രാഥമിക അന്വേഷണത്തിന് കമ്മീഷണർ നിർദ്ദേശം നൽകി. പരാതിക്കാരനിൽ നിന്നും മാധ്യമപ്രവർത്തകരിൽ നിന്നും വേണ്ടി വന്നാൽ മൊഴിയെടുക്കുമെന്ന് ACP അറിയിച്ചു. രാമനിലയം ഗസ്റ്റ് ഹൌസിൽ വെച്ച് മാധ്യമപ്രവർത്തകർ വഴി തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് മാധ്യമപ്രവർത്തകർക്കെതിരെ പരാതി നൽകി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി. രാമനിലയത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റിയ സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണത്തിന് കമ്മീഷണർ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപി പരാതി നൽകിയത്. മുസ്ലിം ലീഗ് നേതാവിനെതിരെ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പിൽ വിജിലൻസ് കേസ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടത്തിനെതിരെയാണ് കേസെടുത്തത്.
മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ഭരണസമിതി അംഗമായിരിക്കെ ഭരണസ്വാധീനത്തിൽ എടക്കര ശാഖയിൽ നിന്ന് അനധികൃതമായി വായ്പ എടുത്തെന്നാണ് ഇസ്മായിൽ മൂത്തേടത്തിനെതിരെയുള്ള പരാതി. കേരളത്തിൽ വീണ്ടും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത. സൗരാഷ്ട്ര കച്ച് മേഖലയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് അറബിക്കടലിൽ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളാണ് കേരളത്തിലെ മഴ സാധ്യത ശക്തമാക്കുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതിൽ ബദൽ നിർദ്ദേശവുമായി മെട്രോമാൻ ഇ ശ്രീധരൻ. റിസർവോയറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ടണലും വെള്ളം ശേഖരിക്കാൻ ചെറിയ ഡാമുകളും നിർമ്മിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പശ്ചിമഘട്ട സംരക്ഷണവും മുല്ലപ്പെരിയാർ ഭീഷണിക്ക് പരിഹാരവും എന്ന വിഷയത്തിൽ കോഴിക്കോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് ബന്ദിയോട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ് സ്മൃതിയുടെ മരണം ആത്മഹത്യയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. കൊല്ലം തെന്മല സ്വദേശിയായ SK സ്മൃതി തിങ്കളാഴ്ചയാണ് ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മികച്ച കായിക താരത്തിനുള്ള ഉമ്മൻചാണ്ടി പുരസ്കാരം ഒളിമ്പ്യൻ PR ശ്രീജേഷിന്. മികച്ച പരിശീലകനുള്ള പുരസ്കാരം നെറ്റ്ബോൾ പരിശീലകൻ ഗോഡ്സൺ ബാബുവിനും ലഭിച്ചു. KPCCയുടെ കായിക വിഭാഗമായ ദേശീയ കായിക വേദിയാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ബംഗളൂരുവിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യുവാവിനെ കുത്തിക്കൊന്നു. വിമാനത്താവളത്തിലെ ജീവനക്കാരനായ രാമകൃഷ്ണയാണ് കൊല്ലപ്പെട്ടത്. പ്രതി രമേശിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് വിവരം. കൊൽക്കത്ത RG കർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഡോക്ടർ സന്ദീപ് ഘോഷിനെയാണ് അംഗത്വത്തിൽ നിന്ന് IMA സസ്പെൻഡ് ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് സന്ദീപ് ഘോഷിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇദ്ദേഹത്തിന്റെ നുണപരിശോധന CBI കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയാക്കിയത്. ബംഗാൾ കത്തിച്ചാൽ അസം, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഡൽഹി സംസ്ഥാനങ്ങൾ കത്തുമെന്ന വിവാദ പരാമർശവുമായി മമതാ ബാനർജി. അതേസമയം ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ ഇത്തരം ദേശവിരുദ്ധ അഭിപ്രായങ്ങൾ പ്രസ്താവിക്കുന്നത് ഉചിതമല്ലെന്നും മമത രാജിവെക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. എയർ ഇന്ത്യക്കും കമ്പനിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും പിഴ ചുമത്തി സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ്. പൈലറ്റുമാരെ ജോലിക്ക് നിയോഗിക്കുന്നതിൽ വരുത്തിയ പിഴവിനാണ് നടപടി. പരിശീലകനില്ലാതെ ട്രെയിനി പൈലറ്റ് യാത്രാ വിമാനം പറത്തിയ സംഭവത്തിലാണ് 99 ലക്ഷം രൂപയുടെ പിഴ. ദില്ലി വ്യോമാതിർത്തിയിൽ ഡ്രോണുകൾക്ക് സാമ്യമുള്ള വസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് എയർ ട്രാഫിക് കൺട്രോൾ അമൃത്സർ വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ ഏകദേശം 3 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ഷെഡ്യൂൾ ചെയ്ത എല്ലാ വിമാനങ്ങളുടെയും ലാൻഡിംഗ് ടേക്ക് ഓഫ് പ്രവർത്തനങ്ങൾ 3 മണിക്കൂർ ബാധിച്ചു. DMK MP S ജഗത് രക്ഷകനും കുടുംബത്തിനും 908 കോടി രൂപ പിഴ ചുമത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് കേസിലാണ് നടപടി. ഫെമ സെക്ഷൻ 37A പ്രകാരം പിടിച്ചെടുത്ത 89.19 കോടി രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനും ഉത്തരവിട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ കുറഞ്ഞ വിവാഹപ്രായം 18 നിന്നും 21 വയസ്സായി ഉയർത്തുന്ന ബിൽ പാസാക്കി ഹിമാചൽ പ്രദേശ്. നിയമസഭാ വനിതാ ശാക്തീകരണ മന്ത്രി ധനിറാം ഷാൻഡിലാണ് സഭയിൽ ബിൽ അവതരിപ്പിച്ചത്. ലിംഗസമത്വത്തെയും ഉന്നത വിദ്യാഭ്യാസത്തെയും പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ മുങ്ങി ഗുജറാത്തിലെ വഡോദരയും സമീപ പ്രദേശങ്ങളും. രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തെ വിളിച്ചു. ചില പ്രദേശങ്ങൾ 10 മുതൽ 12 അടി വരെ വെള്ളത്തിനടിയിലാണെന്ന് ആരോഗ്യമന്ത്രിയും സർക്കാർ വക്താവുമായ ഋഷികേശ് പട്ടേൽ പറഞ്ഞു. 3 ദിവസത്തിനുള്ളിൽ 15 പേർ മരിച്ചു. 6440 പേരെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. അരുണാചൽ പ്രദേശിൽ സൈനികർ സഞ്ചരിച്ച വാഹനം റോഡിൽ നിന്ന് തെന്നിമാറി മലയിടുക്കിലേക്ക് വീണ് 3 സൈനികർ മരണപ്പെട്ടു. ചൊവ്വാഴ്ച അപ്പർ സുബൻസിരി ജില്ലയിലെ ടാപ്പി ഗ്രാമത്തിന് സമീപം ട്രാൻസ് അരുണാചൽ ഹൈവേയിലാണ് അപകടമുണ്ടായത്. ഗാസയ്ക്കൊപ്പം വെസ്റ്റ് ബാങ്കിലും ഇന്നലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം. 2 ഇടത്തുമായി ഇന്നലെ 44 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ മേഖലയിലെ ജനിൻ, തുൽക്കരീൻ നഗരങ്ങളിൽ 10 പേർ കൊല്ലപ്പെട്ടു. ഗാസയിൽ 5 കുട്ടികളും 5 സ്ത്രീകളും ഉൾപ്പെടെ 34 പേരും കൊല്ലപ്പെട്ടു. പാരീസ് പാരാലിമ്പിക്സിന് തുടക്കം. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ വിശ്വ കായികമേളയായ പാരാലിമ്പിക്സിന്റെ 17ാം പതിപ്പിന് ഫ്രാൻസിലെ പാരീസിൽ ഇന്നു പുലർച്ചെ തുടക്കമായി. 182 രാജ്യങ്ങളിൽ നിന്നായി 4400 കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പാരാ അത്ലറ്റുകളായ സുമിത് അന്റിലും ഭാഗ്യശ്രീ യാദവും ഇന്ത്യൻ പതാകയേന്തി.